ഗ്രാൻഡിഡിക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന എഗ്ഗും മാഗിയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ മാഗി ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മാഗി നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മാഗിക്കകത്ത് 2 കട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് മസാലയില്ല, അതും 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ തക്കാളിയും പച്ചമുളകും, 1 പച്ചമുളകും 1 തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ 1 സബോള ചെറുതാണേ, അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും വേണം. പാകത്തിന് ഉപ്പും വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അതുപോലായിട്ട് നമ്മൾ 5 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ചെയ്യുന്നത് നമ്മൾ അടുപ്പിൽ നമ്മുടെ സ്റ്റൗ തീ കത്തിച്ചിട്ട് അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ പാനിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നു. ഇനി നമുക്ക് നമ്മുടെ സവോള അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, ലേശം മതി. ജസ്റ്റ് നമുക്ക് ഈ സവോള എല്ലാം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി 1 പച്ചമുളക് ഞാൻ അരിഞ്ഞത് നമുക്കിതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചെറുതായിട്ടേ ചേർക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മാഗി കഴിക്കുന്നവർക്കറിയില്ല, മാഗിക്ക് നല്ല ഉപ്പാണ്. നമ്മൾ ഉപ്പ് കുറച്ചേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ലേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ലവണ്ണം വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ലേശം ഉപ്പുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചേ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ഈ പാനിൽ തന്നെ വെള്ളം ഒഴിച്ച് നമ്മുടെ മാഗി വേവിക്കാൻ വെക്കുന്നേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മളെ വഴറ്റിയെടുത്ത ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ മാഗി ഒന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. മാഗിക്ക് ഒത്തിരി വെള്ളം പാടില്ല കേട്ടോ, കുറച്ചേ നമ്മൾ വെക്കുന്നുള്ളൂ. ജസ്റ്റ് അതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മാഗി വെള്ളം തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മാഗി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാഗിയൊക്കെ വാങ്ങിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കണം. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് മസാലപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് സംഖിലൊരു ഞെട്ടിപ്പോയി ശരിക്കും കേട്ടോ. നമ്മുടെ മാഗി റെഡി ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയോട്ട് എടുത്തിരിക്കുന്നത്. മുട്ടയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. മുട്ടയുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് സ്പൂണില്ല. ആ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതച്ചെടുക്കാവേ. അടിച്ച് ലേശം ഉപ്പ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒത്തിരി ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതാ നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ പച്ചക്കറിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികളത് കഴിച്ചോളും. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പാനിൽ വെച്ച് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ മാഗി ഇങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മുടെ മാഗി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഗി ഞാനിവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊന്നും കൂടെ തീ കത്തിച്ച് നമുക്കൊന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ തേച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമ്മൾ മുട്ട ഒഴിക്കുമ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മുട്ടയൊന്ന് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മാഗി ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വലിപ്പത്തിലാകാൻ വേണ്ടിയിട്ട് കുറേ മുട്ട 5 മുട്ട ഞാൻ വിട്ടതാണ്. അപ്പോൾ എന്നാലും ഇതെല്ലാം കൂടെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുത്താൽ നമ്മുടെ എഗ്ഗ് മാഗി റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്കിതെല്ലായിടത്തേക്കും ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ മുട്ടയൊന്ന് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ കട്ടി കുറച്ച് നമുക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കുട്ടികൾ കഴിച്ചോളുവേ. അപ്പോൾ ഇത് നമ്മുടെ മാഗിയെല്ലാം ഞാൻ ഇതിൻ്റെ നടുക്കൂടെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഒരു സൈഡിലേക്കായിപ്പോൾ നമുക്കത് നടുക്കോട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല പോലെ കഴിച്ചോളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് മാഗി റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.